ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. ഇപ്പോൾ നമ്മളിന്ന് പറയുമ്പോൾ നമ്മുടെ കോട്ടക് മഹീന്ദ്ര ബാങ്കിനെ നമ്മുടെ RBI ബാൻ ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റും അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കോട്ടക്കിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോൾ കുറേ പേര് നമ്മളോട് ചോദിക്കുന്നതാണ് ഏറ്റവും നല്ല സീറോ ബാലൻസ് അക്കൗണ്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ റെക്കമെൻഡ് ചെയ്യാറുള്ളത് നമ്മുടെ കോട്ടക് ബാങ്കിൻ്റെ 81 അക്കൗണ്ട് ആയിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ അത് ഒരു പെർമനൻ്റ്ലി ബാൻ ആയിട്ടുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ഇനിയിപ്പോൾ കോട്ടക് മഹീന്ദ്രക്കാർക്ക് ഇനി പുതിയ കസ്റ്റമേഴ്സിനെ ബാങ്കിങ് സെക്ഷനിലേക്കോ ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലേക്കോ ഒന്നിലേക്കോ എടുക്കാൻ പറ്റില്ല. അതാണ് പുതിയ ബാൻ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവരുടെ ഒരു സെക്യൂരിറ്റി ഇഷ്യൂസ് ആണ്. അവർ കറക്റ്റായിട്ട് നമ്മുടെ RBIയുടെ റൂൾസും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാണ്ട് ഉള്ളൊരു ഇഷ്യൂസ് ആണ്. നല്ലൊരു മൂവ് തന്നെയാണ് RBIയുടെ സൈഡിൽ നിന്ന്. പക്ഷേ ഇങ്ങനെ കുറച്ച് കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. വെച്ചാൽ ഇത് എത്ര കാലത്തേക്ക് ഈ ബാൻ, കുറേ പേര് നമ്മൾ ചോദിക്കുന്നത് എത്ര കാലത്തേക്ക് ഈ ബാൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇത് ചോദിക്കുന്നുണ്ട്, കമന്റ്സ് വരുന്നുണ്ട് നമ്മുടെ മെയിൻ ചാനലിൽ. അപ്പോൾ ഇത് ആക്ച്വലി കറക്റ്റായിട്ട് ബാങ്കോ ഒന്നും പറഞ്ഞിട്ടില്ല എത്ര കാലത്തേക്ക് നമുക്ക് ഇപ്പോൾ ഈ ബാൻ വരും. ഇത് എന്താ സംഭവിച്ചാൽ നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഇത് RBIയുടെ റൂളുകൾ കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാണ്ടും ഫോളോ ചെയ്യാത്തതിൻ്റെ ഒരു പ്രോബ്ലമാണ്. അതുപോലെ തന്നെ ഇവരുടെ സോഫ്റ്റ്വെയറിലും അങ്ങനത്തെ കുറച്ച് ഇവരുടെ മാനേജ്മെന്റ് സെക്ഷനിലൊക്കെ കുറച്ച് ഇതുപോലെ തന്നെ സെക്യൂരിറ്റി സൈഡിലും എല്ലാം ഒന്നും കറക്റ്റ് ഫോളോ ചെയ്യാണ്ടതിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ആക്ച്വലി ഇനിയിപ്പോൾ അവർക്ക് ബാങ്കിന് ആക്ച്വലി ഇതെല്ലാം ഇതായിട്ട് അവർക്ക് നമ്മുടെ RBIയുടെ സൈഡിലേക്ക് സെൻഡ് ചെയ്യേണ്ടി വരും. അത് RBIയുടെ സൈഡിൽ നിന്ന് ചെക്കിങ്ങും സംഭവമൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ആയിരിക്കും ഇനി അപ്രൂവൽ കിട്ടും. അപ്പോൾ എന്തായാലും മിനിമം ഒരു 6 മാസത്തേക്ക് നിങ്ങൾ നോക്കണ്ട കേട്ടോ. മിനിമം ആണ് 6 മാസം. അപ്പോൾ 6 മാസത്തേക്ക് എന്തായാലും ഇത് ശരിയാവാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഒരു 99% 6 മാസത്തേക്ക് എന്തായാലും ആവില്ല. അപ്പോൾ നിങ്ങൾക്കൊരു പെട്ടെന്നൊരു നിങ്ങൾ സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കൊടക്ക് നോക്കിയിരിക്കേണ്ട, കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ അടുത്തൊന്നും കിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ അടുത്ത് ഞങ്ങൾക്ക് കമന്റ് വന്നിട്ടുണ്ട് പിന്നെ ഏതാണ് നമുക്ക് നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഡിലൈറ്റ് അക്കൗണ്ട് വലിയ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഇനീഷ്യൽ പേയ്മെന്റ് കയ്യിൽ വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് AU ബാങ്കിന്റെ നല്ലതാണ്. ഞാൻ അതിന്റെ ഒരു വീഡിയോ സംഭവം കിട്ടുന്നതാണ്. രണ്ടാമത്തെ വീഡിയോ ഉണ്ടായിരുന്നു, എൻ്റെ രണ്ടും ഉണ്ട്. അത് വേറെ കാര്യം. പിന്നെ ഫീ മണിയും ജൂപ്പിറ്റർ മണിയും ഞാൻ പ്രൈമറി അക്കൗണ്ട് ആയിട്ട് ഉപയോഗിക്കാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ നിയോ ബാങ്കിങ് ആണ്. അപ്പോൾ അത് തീരെ പ്രൈമറി അക്കൗണ്ട് ആയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യരുത്. എന്ന് വെച്ചാൽ ഇഷ്യൂസ് വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് നിയോ ബാങ്കിങ് അക്കൗണ്ടൊക്കെ. പിന്നെ നമുക്ക് കസ്റ്റമർ സപ്പോർട്ടും കിട്ടാൻ പാടാണ്, ഓൺലൈൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ല എമൗണ്ടൊക്കെ വെച്ചിട്ട് സാധനം ഇങ്ങനെ ഫ്രീസ് ആയി കഴിഞ്ഞാൽ പിന്നെ എവിടെയോ പോയി ചോദിക്കാൻ പറ്റില്ല, ആകെ ഓൺലൈൻ മാത്രമേ പറ്റുള്ളൂ. ഫെഡറൽ ബാങ്കിന്റെ അക്കൗണ്ട് ആണെങ്കിലും ഫെഡറൽ ബാങ്ക് ബ്രാഞ്ചിലേക്ക് പോയി അവർ കൈ നടത്തും. അപ്പോൾ ഒരിക്കലും നിയോ ബാങ്കിങ് അക്കൗണ്ട് ഡയറക്റ്റ് ഒരു പ്രൈമറി അക്കൗണ്ട് ആയിട്ട് ഉപയോഗിക്കരുത് കേട്ടോ, മറക്കരുത്. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേറ്റ് നമ്മളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്നതും ഇപ്പോൾ ബാൻ ആയിട്ടുണ്ട്. അപ്പോൾ പുതിയ ക്രെഡിറ്റ് കാർഡ്സ് ഒന്നും ഇപ്പോൾ കോട്ടക് ബാങ്കിന് എന്താ പറയുക അപ്രൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇനീഷ്യലി എന്തെങ്കിലും കോട്ടക് ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമലി കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. മിക്കതും അത് റിജക്റ്റ് ആവും. ഇപ്പോൾ വീഡിയോ KYC ഒക്കെ ചെയ്തിട്ട് ഈ ന്യൂസ് വരാനായിട്ട് മുമ്പ് ഒരു വീഡിയോ KYC ഒക്കെ ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ അപ്രൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഡിപ്പെൻസ് അപ്പോൾ അത് ഏത് സ്റ്റേജിലാണെന്നാണ്. പ്രോസസിങ് സ്റ്റേജ് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ അപ്രൂവ് ആവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റിജക്റ്റ് ആവാനുള്ള ചാൻസ് എന്ന് വെച്ചാൽ പുതിയത് അപ്രൂവ് ആക്കാൻ പാടില്ല എന്നാണ് റൂൾ. അപ്പോൾ ആ ബാൻ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കോട്ടക് മഹീന്ദ്ര ബാങ്കിന്റെ മെയിനായിട്ട് ഞാൻ ആക്ച്വലി എടുത്ത് പറയുന്നത് കോട്ടക് മഹീന്ദ്രയുടെ 81 അക്കൗണ്ട്. കുറേ പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഇത് ഞാൻ പോരാത്തതിന് ഞാൻ ഉപയോഗിക്കുന്ന സീറോ ബാലൻസ് അക്കൗണ്ട് ഏതൊക്കെയാണെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് വീഡിയോ ഇട്ടുള്ളൂ. അതിൽ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നിട്ടുണ്ടെന്ന് കോട്ടക്കിന്റെ 81 അക്കൗണ്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ടാണ്. നമുക്ക് അതിലെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ഈസി ആയിട്ട് തന്നെ പ്രീ അപ്രൂവ്ഡ് ആയിട്ട് ക്രെഡിറ്റ് കാർഡ്സും ലോൺസ് ഒക്കെ കിട്ടാറുണ്ട്. 2 മാസത്തിനുള്ളിൽ തന്നെ കിട്ടാറുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ നടക്കില്ല. അതിപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട വരും, വേണമെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ എമർജൻസി എന്തായാലും നിങ്ങൾക്ക് സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് പറഞ്ഞ പോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഡിലൈറ്റ് അക്കൗണ്ട് ആണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് AU ബാങ്കിന്റെ എടുക്കാം, കുഴപ്പമില്ല. 2 അക്കൗണ്ട് സുഖമായിട്ട് എടുക്കാം. രണ്ടിൻ്റെയും നമുക്ക് AU ബാങ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അതിന്റെ ഡെബിറ്റ് കാർഡിന്റെ ചാർജ് വരുന്നുണ്ട് 170 രൂപ പ്ലസ് GST വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ ഡിലൈറ്റ് അക്കൗണ്ട് ആണെങ്കിൽ നമുക്കതിന് ഫിസിക്കൽ കാർഡ് വേണമെന്നുണ്ടെങ്കിൽ 500 രൂപ പ്ലസ് GST ചാർജ് വരുന്നുണ്ട് കേട്ടോ. അതൊരു ഡിലൈറ്റ് ഡെബിറ്റ് കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു കാർഡാണ് ഇതിലുണ്ടത്. ഞാൻ മുമ്പ് നമ്മുടെ അതിൽ വീഡിയോ സംഭവം ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അതിൽ പോയി നോക്കിയാൽ വേണ്ടിയിട്ടാണ്. അതിൻ്റെ പേഴ്സൊക്കെ അവിടെയാണ്, താഴെയൊന്നുമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ എൻഡ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കാനായിട്ട് ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്.